പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ റോഷന് മുസ്ലിം ലീഗുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ലീഗ് പ്രാദേശിക നേതാക്കൾ. റോഷൻ CPIM പ്രവർത്തകനാണെന്നും നേതാക്കൾ ആരോപിച്ചു. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട വ്യക്തി പൊന്നിയാർച്ചി സ്വദേശിയായ റോഷനാണ്. മുഹമ്മദ് റോഷൻ എന്ന വ്യക്തിയാണ്. അതിനുശേഷം വ്യാപകമായ രീതിയിൽ CPMന്റെ സൈബർ ഇടങ്ങളിൽ ഒരു കടന്നുകയറ്റം, ഒരു അറ്റാക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നേരെയുണ്ട്. എന്നാൽ ഈ വ്യക്തി, മുഹമ്മദ് റോഷൻ എന്ന വ്യക്തി, മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ്. മുമ്പെങ്ങോ മുസ്ലിം ലീഗിൻ്റെ ഒരു MSFന്റെ ജാഥ പോയപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ജാഥയിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ച് ഈ സാദിഖ് അലി തങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ട വ്യക്തി മുസ്ലിം ലീഗുകാരനാണ്, MSFകാരനാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാദേശികമായിട്ട് ആ നാട്ടിലുള്ള പ്രവർത്തകരാണ്. അപ്പോൾ ഇന്ന് വരെ ഈ റോഷൻ എന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് KT കണ്ണന്തൊടി അസൈനാർ എന്ന വ്യക്തി CPMന്റെ സജീവ പ്രവർത്തകനാണ്. ഈ റോഷൻ ഒരു കാലത്തും മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണം CPMന്റെ സൈബർ സഖാക്കൾ സംസ്ഥാനത്തുടനീളം നടത്തപ്പെടുന്നുണ്ട്. അപ്പം അതിന് പ്രദേശവാസികൾ എന്ന നിലക്ക് പൊന്നാർച്ചി മുസ്ലിം ലീഗ് യൂണിറ്റ് കമ്മിറ്റി ഈ റോഷൻ മുസ്ലിം ലീഗുകാരനല്ല എന്നുള്ള വിവരം നിങ്ങൾ അറിയിക്കണം. ഒരു കാരണവശാലും ഒരു സമയത്ത് പോലും മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണ് ഈ മുഹമ്മദ് റോഷൻ. പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പൊന്നിയകുറിശി മുസ്ലിം ലീഗ് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 10ാം വാർഡിൽ മുനിസിപ്പൽ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഫിനിഷ് കൊടിയിൽ ചെയ്തു കൊടുത്ത വീഡിയോയാണ്. ഇവൻ അത്രയും ബന്ധമാണ്. അങ്ങനെയാണ് ഇപ്പോൾ CPM നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ സംശയം പറഞ്ഞത്. ഈ പോസ്റ്റ് ഈ ഷാനു എന്നുള്ളതിൽ നിന്ന് വന്ന ഉടനെ ഇത് സമയം നോക്കി അറിയാം. ഇവിടെ ഒരു അമേരിക്കയിലെ ഒരു ആരിഫ് മൊയ്തീനോ അങ്ങനെ ഏതൊരു ഇതൊക്കെയാണ് ഫസ്റ്റ് തുടക്കത്തിൽ വന്നത്. ഈ പത്രത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ഇത് ഫസ്റ്റ് വന്നത് ഇടത് സൈബർ ഹാൻഡിലുകളിലാണ്. പിന്നെയാണ് ഇത് പത്രക്കാർ അറിയണതും, പിന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിനെതിരെ പരാതി കൊടുക്കുന്നതും. ഇപ്പൊ ഈ കേസ് നടക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പരാതിയാണ്. ബഷീർ അലി തങ്ങൾക്കെതിരെ മുമ്പ് ഒരു വ്യാജ വീഡിയോ ആ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതാണ്. 2011 ഒരു പരിപാടിയിൽ വെച്ചെടുത്ത ചിത്രം ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. പ്രതിക്ക് വർഷങ്ങളായി ലീഗുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇയാൾ CPM അനുഭാവമുള്ള കുടുംബത്തിൽ നിന്നുള്ളയാളാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. തങ്ങൾക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ നീക്കമാണെന്നും അവർ ആരോപിച്ചു. ഇത് വരുന്നു, പിന്നെ പത്രക്കാർ വരുന്നു, പരാതി കൊടുക്കുന്നു. അതിൽ പിന്നെ ടീം വർക്കാണത്. കാരണം ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് അത് പിന്നീട് പരാതി കൊടുത്തപ്പോഴാണ് ഇവരൊക്കെ ഇത് വലിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിന്റെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാനൊരു ശ്രമം നടന്നിട്ടുണ്ട്. പ്ലാൻ തന്നെയാണ് ഇത്. ഈ 10 കൊല്ലം 15 കൊല്ലം മുമ്പുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ കയ്യിലും കൂടി ഇതില്ല. ഈ ഫോട്ടോസ് ഒന്നും ഞങ്ങളുടെ കയ്യിലും കൂടി ഇല്ല. എങ്ങനെ? ഇല്ല, അതൊന്നും ഇതിലില്ല. അങ്ങനെ യാതൊരു വിഷയമല്ല ഇതില്. ഇല്ല. ഇവന്റെ വ്യക്തിപരമായിട്ടുള്ള സംഭവം മാത്രമേ ഇതിൽ ഒരു പാർട്ടിക്കാരും ഇല്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലവും CPMുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉണ്ട്. ഇവൻ കാപ്പാപ്രതിയാണല്ലോ. കാപ്പാപ്രതിയാണ്. മങ്കട. 5 മാസം മുമ്പ് മങ്കട ഒരാളെ ഹെൽമെറ്റ് എടുത്ത് തലക്കടിച്ചിട്ട് അതാണ്. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി അക്ബർ, പ്രസിഡന്റ് കീഴേറ്റിൽ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ KM റാഷിഖ്, യൂത്ത് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് MK ഫൈസൽ എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.